ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയുടെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും സാലറീഡ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് സാലറീഡ് ആണ്. അപ്പോൾ അവർക്ക് എവരി മന്ത് അവർക്ക് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ വഴികൾ എന്ന് ചോദിച്ചിട്ടായിരുന്നു അവർ നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ്. അവർ സേവിങ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നമുക്ക് എവരി മന്ത് നമുക്കൊരു സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സാലറീഡ് ആവാം, പെൻഷനേഴ്സ് ആവാം, പെൻഷനായ ആൾക്കാരാവാം. അപ്പോൾ നമുക്ക് എവരി മന്ത് ഒരു 30-ാം തീയതിയോ 1-ാം തീയതിയോ സാലറി കിട്ടുമ്പോൾ നമുക്ക് അതിലൊരു പെർസെൻറ്റേജ് ഓഫ് മണി നമ്മൾ സേവ് ചെയ്യണം. അതൊരു സേവിങ് ശീലമാക്കി മാറ്റണം. അതിന് മെയിനായിട്ട് ഞങ്ങൾ പറയുന്ന 4 വഴികളാണ്. ആദ്യം തന്നെ ഞങ്ങൾ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. SIP എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവരി മന്ത് അല്ലെങ്കിൽ വീക്കിലി ആയാലും മന്ത്ലി ആയാലും ക്വാർട്ടർലി ആയാലും എങ്ങനെയായാലും നമുക്ക് ടൈം പീരീഡ് സെലക്ട് ചെയ്യാം. ഒരു എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഫണ്ട്സിലേക്ക് ഓട്ടോമാറ്റിക്കലി നിക്ഷേപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ SIP എന്ന് പറയുന്നത്. അത് നമുക്ക് 500 മുതലോ 1000, 2000, 10,000, ലക്ഷം ഒരു മാസം നമുക്ക് എത്രയാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ എക്സ്പെൻസ് ചെയ്യേണ്ട പൈസയിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്രയാണോ പൈസ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല എമൗണ്ട് ഓഫ് റിട്ടേൺ അതിൽ നമുക്ക് കിട്ടുന്നതാണ്. രണ്ടാമതായി വരുന്ന ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ്. ETFിൽ നമുക്ക് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ETF-നും നമുക്ക് ട്രെൻഡ് ആവശ്യക്കാർ കൂടി വരികയാണ്, കാരണം നല്ല റിട്ടേൺസ് അതിൽ കിട്ടുന്നുണ്ട്. മൂന്നാമതായി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. നല്ല നല്ല ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. യൂണിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതായത് നമ്മൾ നല്ല നല്ല ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ലൈഫ് കവറേജും കിട്ടുന്ന നല്ല നല്ല ഷോർട്ട് ടൈമിലേക്കുള്ള നല്ല നല്ല ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായി 4-മത് ഞങ്ങൾ പറയുന്നത് RD അല്ലെങ്കിൽ FD ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് പൈസ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് മാസം കിട്ടുന്ന പോലെയോ അല്ല ബൾക്കായിട്ടൊരു എമൗണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും സേവിങ് ഒരു ശീലമാക്കുക, അതൊരു ഹാബിറ്റ് ആക്കുക. കാരണം നമുക്ക് അത്യാവശ്യ സമയത്ത് അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യും. ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നോമിനിക്കായാലും എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല നല്ല പ്ലാൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കത് ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് പഠിക്കുക, റിസർച്ച് ചെയ്യുക, ബെസ്റ്റ് ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുക. ഇതും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. SIP-യെക്കുറിച്ച് കൂടുതൽ നല്ല നല്ല വിവരങ്ങൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.